വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകി പരാതിക്കാരി. തിരുവനന്തപുരത്തെ ഒരു കോടതിയിൽ വെച്ചാണ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തി. അവന്റെ ഒരു പോസ്റ്റ് പോലും അവനെതിരായിരുന്നു നീയൊന്നും ഇട്ടില്ലല്ലോ. നീയൊക്കെ പിന്നെ എന്താണ് ഇവിടുത്തെ പ്രവർത്തകർ? പുച്ഛം മാത്രമേ ഉള്ളൂ. എല്ലാം രാഹുൽ മാങ്കൂട്ടം അത് ഇത് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും, സ്ത്രീകൾക്ക് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ ഒറ്റ അവൾമാരില്ല. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. കുറച്ച് ദിവസമായി രാഹുലിന്റെ വിഷയങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് രാഹുലിന്റെ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. ഞാൻ ഫിലിപ്പിന്റെ കേസുകെട്ടും കാര്യങ്ങളും പുറകിലോട്ടൊക്കെ ആയിരുന്നു. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കേസായിരുന്നു. കാരണം ഒരു 16 വയസ്സുകാരി പെൺകുട്ടിക്ക് അത്രയും മോശമായിട്ടുള്ള ഒരു അനുഭവം ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുമ്പോൾ അതൊരു മോട്ടിവേഷൻ സ്പീക്കർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുൻ അവനിൽ നിന്നുണ്ടായ ക്രൂരമായിട്ടുള്ള എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ആ സംഭവം. ഞാൻ എൻ്റെ വാഗുകൊണ്ട് അത് പറയുന്നില്ല. അതുപോലുള്ള ഒരു നാറിയെ വെളുപ്പിക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വല്ലവൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവൾ വരെ രംഗത്ത് വന്നിട്ട് അവളെന്നേ ഞാൻ പറയത്തുള്ളൂ. അവരെ ഒന്ന് പൊഴുത്തി സംസാരിക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. കാരണം ഇതുപോലുള്ള ഫേക്ക് ലേഡികൾ, ഫേക്ക് ഹസ്ബൻഡ്സ് അല്ലാന്ന് പറയുന്നത് വെളുപ്പിക്കാനൊക്കെ വരുമൊക്കെ ചെയ്യുമല്ലോ. അവരെ പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് രാഹുലിൻ്റെ വിഷയം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ പാർട്ടി സീറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ല. രാഹുലിന് പാർട്ടി സീറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാഹുൽ പാർട്ടി വിട്ട് കളിയൂല്ല. അങ്ങനെ ആകുമ്പോൾ രാഹുൽ ചിലപ്പോൾ പാലക്കാട് ഇലക്ഷന് നിൽക്കില്ല. മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടൻ ചിലപ്പം തയ്യാറാവില്ല. ഇന്നറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്. നാളെ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ചിലപ്പം പുള്ളിയുടെ മനസ്സ് മാറാം. പക്ഷേ ഇന്നറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മത്സരിക്കാൻ താല്പര്യമില്ല. കോൺഗ്രസ് വിട്ട് രാഹുൽ കളിക്കത്തില്ലെന്നാണ് രാഹുൽ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ജനങ്ങൾ തന്നെ പറ. രാഹുൽ മാങ്കൂട്ടം ഇലക്ഷന് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ ഒരു ലൈക്ക് ആയിട്ട് ഇട്ടാൽ മതി. നമ്മുടെ പഴയ പരിപാടി തന്നെ. രാഹുൽ ഇലക്ഷന് നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ലൈക്ക് ഇടുക. പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ കമൻറ്റ് ഇടുക. രണ്ടവൾമാർ കാരണം ഉണ്ടായ രണ്ടല്ല, ഒരുത്തി മെയിനായിട്ട് പറയേണ്ട അവളുടെ പേരാണ് റിനി എന്ന് പറയുന്ന ഒരുത്തി. കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഓരോ കേസുകെട്ടിലും രാഹുൽ നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നല്ലോ. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പരസ്പര സമ്മതത്തോടെ മൂന്നാമത്തെ കക്ഷിയായിട്ട്, അതായത് അതിജീവിത എന്ന് പറയുമല്ലോ, ആ പെൺകുട്ടിയായിട്ട് എന്തൊക്കെയോ ഉണ്ടായി. അത് സത്യമാണ്. മൂന്നാമത്തെ പെൺകുട്ടിയായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായത്. അത് പരസ്പര സമ്മതത്തോടെ, അല്ലാതെ കെട്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് വളച്ചൊടിച്ച് ഇവിടുത്തെ ശബരിമല വിഷയം മറയ്ക്കാൻ വേണ്ടി അത് അറസ്റ്റാക്കി അദ്ദേഹത്തിനെ ദ്രോഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റം ദ്രോഹിച്ചു. കോൺഗ്രസിന് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് അവർ പാർട്ടിയിൽ നിന്ന് മാറ്റിയത്. അല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ ചൂഷണം ചെയ്യും എന്നുകൊണ്ട് മാത്രം. രാഹുൽ ഇപ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി വിട്ട് നിൽക്കത്തില്ല എന്നാണ് രാഹുലിൻ്റെ തീരുമാനം. പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അതുപോലെ അനുസരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പം തയ്യാറായിരിക്കുന്നതെന്നാണ് എനിക്ക് ഇന്ന് കിട്ടിയ വിവരം. പാർട്ടിയിലുള്ള ഒരു വ്യക്തിയെ വിളിച്ച് അദ്ദേഹമാണ് സംസാരിച്ചത്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാൽ പാലക്കാട് ഈ പറയുന്ന രാഹുൽ കോൺഗ്രസ് ചിഹ്നത്തോടെ മത്സരിക്കും. ഇല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടും രാഹുൽ മത്സരിക്കത്തില്ല. എന്തായാലും നമുക്ക് രണ്ടാമത്തെ കേസിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കൊടുക്കുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹമുള്ളവർ ലൈക്കും കൂടെ അങ്ങ് ചെയ്യുക. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം. വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകി പരാതിക്കാരി. തിരുവനന്തപുരത്തെ ഒരു കോടതിയിൽ വെച്ചാണ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പ്രതിയുടെ സ്വാധീനം ഭയന്ന് പോലീസിൽ പരാതി നൽകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും, എന്നാൽ തന്റെ പരാതി കള്ളമാണെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു എന്നുമാണ് പരാതിക്കാരിയുടെ മൊഴിയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അരുൺ, 3 കേസിലും ഇപ്പോൾ ജാമ്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ നേരത്തെ അറിയാവുന്ന യുവതി രാഹുൽ മാങ്കൂട്ടത്തിനുമായി വിവാഹാലോചന നടത്തുകയും പിന്നീട് സൗഹൃദത്തിൽ ഒരു ഔട്ട് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. രാഹുലിന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ആ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ഈ അറസ്റ്റും ഒക്കെ നടന്നപ്പോഴും ഒക്കെ ഈ രഹസ്യമൊഴി നൽകാനുമൊന്നും ഈ രണ്ടാമത്തെ പരാതിക്കാരി രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ രാഹുൽ പിന്നീട് പല പ്രാവശ്യം മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോഴും എല്ലാം ഈ പരാതിക്കാരിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പരാതി വ്യാജമാണെന്ന് പറയുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായി ആ യുവതി തീരുമാനിക്കുകയും പിന്നീട് അന്വേഷണ സംഘവുമായി സഹകരിക്കുകയും കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അപേക്ഷ സമർപ്പിക്കുകയും അത്തരത്തിൽ അപേക്ഷ നൽകുകയും ചെയ്തു. ഈ മൊഴിയിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നേരത്തെ പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ കാര്യമാണ് രാഹുൽ ഈ ഇന്റർവ്യൂ വന്നിട്ട് പറഞ്ഞത്. അതായത്
ഹോട്ടലിൽ റൂം എടുത്തെങ്കിൽ അതിൻ്റെ തെളിവുകൾ കാണിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങ് ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ കേസ് കേട്ടില്ല, ഫുൾ 100% പുള്ളി ക്ലിയർ ആണ്. ആദ്യത്തെ മൂന്നാമത്തെയും കേസ് കേട്ടില്ലങ്ങാണ്ട് പരസ്പര സമ്മതത്തോടെ നടന്നു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാമത്തെ കൺഫേം ആയിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെ. രണ്ടാമത്തെ കേസ് കേട്ടില്ല ഈ പറയുന്ന രാഹുലിന് ഒരു ബന്ധവും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇവരൊക്കെ എന്ത് മൊഴിയാണ് കൊണ്ട് കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ പെണ്ണിൻ്റെയാണ് ഹസ്ബൻഡ് വന്നിട്ട് മീഡിയയിൽ കൂടെ വന്നിട്ട് ഒരുപാട് വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടില്ല, എൻ്റെ ജീവിതം നശിപ്പിച്ചു അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവരിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല. അതിനേക്കാളും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഡിവോഴ്സ് ആയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ സമൂഹത്തിൽ ഞങ്ങളെ നാണം കെടുത്തി എന്ന് പറയുന്നു. അവനൊരു BJP പ്രവർത്തകനാണ്. അവൻ്റെ പാർട്ടിക്കാർ അവനെ നൈസായിട്ട് എങ്ങാണ്ട് പണി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോയ കേസ് കേട്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൂന്നാമത്തെ കാര്യം വന്നിപ്പോൾ പരാതി പറയുന്നു, ഒന്നാമത്തെ കാര്യം ഇപ്പോൾ വന്നിട്ട് മൊഴി കൊടുക്കുന്നു, രണ്ടാമത്തെ അവൾ വന്നിട്ട് മൊഴി കൊടുക്കുന്നു. ഇത് എന്താ സംഭവം? ചുമ്മാ ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോവാ. ന്യൂസിൽ എല്ലാ കാര്യങ്ങളൊന്നും വരുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കിതിപ്പോൾ കാണുമ്പോൾ ചിരി മാത്രമാണ് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ. പ്രാവശ്യം ഇത്തരത്തിൽ ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. എന്നാൽ മറ്റു 2 പ്രാവശ്യം കൂടി ഭീഷണിപ്പെടുത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ദിവസവും ഒക്കെ ഉൾപ്പെടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ വൈദ്യ പരിശോധനയും നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ചൂണ്ടിക്കാണിച്ചാവും ഒരുപക്ഷെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് പ്രോസിക്യൂഷനോ പോലീസോ സമർപ്പിക്കുക. ഓക്കെ, അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആട്ടെ. എന്തായാലും ഇപ്പോൾ എല്ലാം കോമഡി കേസായിട്ടായിരിക്കുകയാണ്. ഞാൻ ആലോചിച്ച് പോകുന്ന ആ ഭർത്താവിൻ്റെ കാര്യമാണ്. അവൻ പറയുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് പറയാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ചോ, എൻ്റെ പൊന്നാശാനെ നീ നിങ്ങളുടെ വൈഫും കൂടെ അടിച്ചു പിരിഞ്ഞിട്ടാണ് ഈ വൈഫ് ഈ ഒരു തോന്നിവാസത്തിന് പോയത്. നിങ്ങൾ ആദ്യം കേസ് എടുക്കേണ്ട അവക്കെതിരെയല്ലേ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ പോട്ടെ, ഡിവോഴ്സ് എങ്കിലും ചെയ്യണ്ടേ? ഇതൊന്നുമില്ല. എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതായിട്ട് ഒരു കോമഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ റിനിയെക്കുറിച്ചും ഷഹനാസിനെ കുറിച്ചും എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഫിലിപ്പിൻ്റെ ഒരു കേസായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 16 വയസ്സ് വരെ ഒരു കൊച്ചിനെ അയാൾ ദ്രോഹിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന റിനിയും ഈ പറയുന്ന ഷഹനാസും ഒക്കെ ആ കൊച്ചിന് വേണ്ടി ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇട്ടുന്നില്ല? നീയൊക്കെ വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ചത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നില്ല? 16 വയസ്സുകാരി പെൺകുട്ടിയാണ്, ഒരു പോലീസ് ഓഫീസർ, അതായത് മുൻ പോലീസ് ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയും കൂടെ അദ്ദേഹം. അവൻ്റെ ഒരു പോസ്റ്റ് പോലും അവനെതിരായിരുന്നു നീയൊന്നും ഇട്ടില്ലല്ലോ. നീയൊക്കെ പിന്നെ എന്താണ് ഇവിടുത്തെ പ്രവർത്തകർ? പുച്ഛം മാത്രമേ ഉള്ളൂ. എല്ലാം രാഹുൽ മാങ്കൂട്ടം അത് ഇത് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും, സ്ത്രീകൾക്ക് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ ഒറ്റ അവൾമാരില്ല. എടാ, നിങ്ങളോടൊക്കെയാണോ ഞങ്ങൾക്ക് പുച്ഛം? നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ കള്ളങ്ങൾ പടച്ചു വിടുന്ന നിങ്ങളോടൊക്കെ പുച്ഛവും വെറുപ്പും മാത്രമേ ഉള്ളൂ. കഷ്ടം. രാഹുലിൻ്റെ കേസ് കേട്ടില്ല. ഞാനിപ്പോൾ അറിഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇലക്ഷന് നിൽക്കാൻ രാഹുൽ ചാൻസ് കുറവാണ്. പക്ഷെ നോക്കാം, എന്തെങ്കിലും കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ അറിയിക്കും. ചുമ്മാതെ വന്നിട്ട് ഞാൻ മീഡിയ കൂടെ പറയത്തില്ല, ഞാൻ ഓരോ വ്യക്തികളെ വിളിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് പ്രൂഫോ വല്ലതും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് കോൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ റിനിയെ പോലുള്ള ആൾമാരെ ഒന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എന്തായാലും രാഹുൽ തിരിച്ചു വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.